കൊല്ലത്ത് കായിക വിദ്യാർത്ഥിനികൾ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലിലാണ് സംഭവം. +2 SSLC വിദ്യാർത്ഥിനികളാണ് ഇരുവരും മരിച്ചത്. തിരുവനന്തപുരം കോഴിക്കോട് സ്വദേശിനികൾ മനോജ് ചേരുന്നു. മനോജ്, ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥിനികളെ നയിച്ചത്? എന്താണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം? ഇന്ന് പുലർച്ചെയാണ് പ്രാക്ടീസിന് പോകാൻ വേണ്ടി മറ്റു കുട്ടികൾ ഈ റൂമിലേക്ക് വന്നപ്പോൾ ഈ റൂം തുറക്കാതാകുകയും പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് ഒരു ഫാനിൽ ഈ രണ്ട് വിദ്യാർത്ഥികളും ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസാണ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാകാം ഇതിനു പിന്നിൽ എന്നാണ് ഈ അധികൃതരൊക്കെയും പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഇരുവരുടെയും മൃതശരീരം അവിടെ നിന്നും മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലീസ് എത്തി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി അവിടെ ഫിംഗർ പ്രിന്റ് അടക്കം പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ എന്താണ് നടന്നിട്ടുള്ളത് എന്നതിനെപ്പറ്റി വ്യക്തത വരികയുള്ളൂ. നിലവിലിപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവിടെ ഇന്ന് പ്രാക്ടീസിന് പോകാതിരുന്നതിനെ തുടർന്നാണ് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് സംശയം തോന്നി ഈ റൂമിൽ പരിശോധന നടത്തിയത്. എന്തായാലും ഈ കാരണങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന് ഉള്ളിലാണ്. അതായത് നേരത്തെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ഈ ഹോസ്റ്റൽ അധികൃതരുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.